നമസ്കാരം, പേജ് റോട്ടിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇടയ്ക്കൊന്ന് ഇറ്റലി സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ഇറ്റലി സന്ദർശനം ലോക ശ്രദ്ധ നേടിയിരുന്നു. മോദിയുടെ ഇറ്റലി സന്ദർശനത്തിന് പിന്നാലെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് VVIP ഹെലികോപ്റ്റർ അഴിമതി ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. UPA സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് VVIP ഹെലികോപ്റ്റർ അഴിമതി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇറ്റാലിയൻ പ്രതിരോധ നിർമ്മാണ ഭീമനായ ഫിൻമെക്കാനിക്ക നിർമ്മിച്ച 12 അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററുകൾ 3600 കോടി രൂപ ചെലവിൽ വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ചപ്പോൾ അതിൽ ഇടനിലക്കാരായി നിന്നവർക്കും ചില രാഷ്ട്രീയക്കാർക്കും ഭീമമായ തുക കൈക്കൂലിയായി നൽകിയെന്ന അഴിമതി കേസാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് VVIP ചോപ്പർ അഴിമതി. ഹെലികോപ്റ്ററിന്റെ ക്യാബിന്റെ ഉയരം, ഓപ്പറേഷൻ സീലിംഗ്, ഹെലികോപ്റ്ററിന് പറക്കാൻ കഴിയുന്ന പരമാവധി ഉയരം എന്നിങ്ങനെ നിരവധി പാരാമീറ്ററുകൾ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിനെ സഹായിക്കാൻ വേണ്ടി തിരുത്തിയതായി ആരോപണമുണ്ട്. എന്തിനാണ് വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് ആവശ്യം? അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് AW101 എന്ന ലക്ഷറി ഹെലികോപ്റ്റർ ഇന്ത്യൻ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും മറ്റ് വളരെ പ്രധാനപ്പെട്ട VVIPകളെയും യാത്രാ സൗകര്യത്തിനായാണ് 2010 ഭരണത്തിലിരുന്ന UPA സർക്കാർ 3600 കോടി രൂപ ചെലവിട്ട് 12 അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് AW101 ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കൈക്കൂലി കേസ് എങ്ങനെയാണ് വെളിച്ചത്തിൽ വന്നത്? നിരവധി രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഇടപെട്ട് ഈ ഡീൽ ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതിനായി വലിയ തുക അവർ കൈക്കൂലിയായി കൈപ്പറ്റുകയും ചെയ്തു. ഇത് കണ്ടെത്തിയതോടെയാണ് ഹെലികോപ്റ്റർ അഴിമതി പുറത്തു വരുന്നത്. ഇറ്റലിയിലാണ് ഇതിൻ്റെ തട്ടിപ്പ് ആദ്യം പുറത്തായത്. 2013 ഫെബ്രുവരിയിൽ ഇന്ത്യൻ എയർഫോഴ്സുമായുള്ള ഇടപാടുറപ്പിക്കാൻ കമ്പനി ഇടനിലക്കാർക്ക് കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ച് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് CEO ആയ ബ്രൂണോ സ്പാഗ്നോളിനിയെ ഇറ്റാലിയൻ അധികൃതർ അറസ്റ്റ് ചെയ്തു. തുടർന്ന് 2014 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ കരാർ റദ്ദാക്കുകയും ചെയ്തു. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിലെ പ്രധാനികളും അവർക്കെതിരെയുള്ള ആരോപണങ്ങളും. മുൻ എയർ ചീഫ് മാർഷൽ SP ത്യാഗി. കേസുമായി ബന്ധപ്പെട്ട് ത്യാഗിയെ 2016 ഡിസംബർ 9 അറസ്റ്റ് ചെയ്തു. ഹെലികോപ്റ്ററുകളുടെ പ്രവർത്തന പരിധി 6000 മീറ്ററിൽ നിന്ന് 4500 മീറ്ററായി കുറയ്ക്കാൻ ശുപാർശ ചെയ്തതിൽ ത്യാഗിക്ക് പങ്കുണ്ടെന്ന് CBI ആരോപിച്ചു. ക്രിസ്ത്യൻ മിഷേൽ. ഈ ഇടപാട് കമ്പനിക്ക് അനുകൂലമാക്കാൻ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നതിനായി അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനി നിയമിച്ചതായി ആരോപിക്കപ്പെടുന്ന 3 ഇടനിലക്കാരിൽ ഒരാളാണ് ക്രിസ്ത്യൻ മിഷേൽ. ഇതിനായി മിഷേലിന്റെ സ്ഥാപനങ്ങൾക്ക് 42.27 മില്യൺ യൂറോ ലഭിച്ചതായി CBI ആരോപിക്കുന്നു. മിഷേലിന്റെയും അഭിഭാഷകനായ ഗൗതം കൈതന്റെയും കമ്പനികൾ മുഖേന കൈക്കൂലി കൈമാറി എന്നാണ് ആരോപണം. ഇത്രയും നാൾ കെട്ടടങ്ങി നിന്നിരുന്ന ഈ ഒരു വാർത്ത പ്രധാനമന്ത്രി ഇറ്റലി സന്ദർശിച്ചതിനെ തുടർന്ന് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. 2014 ജനുവരിയിൽ അന്നത്തെ UPA സർക്കാർ കരാർ ബാധ്യതകളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി ഈ കരാർ റദ്ദാക്കുകയുണ്ടായിരുന്നു. ഈ റദ്ദാക്കിയ കരാർ മൂലം ഖജനാവിന് ഏകദേശം 2666 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ പേരിലാണ് CBI കേസ് ഏറ്റെടുത്തതും.